ഈദിനും റമദാനിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ 1/2 കിലോന് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി, 6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചെയ്യുക. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി അരഞ്ഞു കഴിഞ്ഞാൽ വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക. ഉള്ളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഉള്ളിയുടെ പേസ്റ്റ്. 1 മണിക്കൂറിന് ശേഷം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത, സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എല്ലാം കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും വേസ്റ്റ് നമ്മുടെ എണ്ണയിൽ ബാലൻസ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് കിട്ടുകയും ചെയ്യും. ഗ്രേവി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയുടെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് കറിവേപ്പില എടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിന് ചിക്കൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ബാക്കി വരുന്ന എണ്ണയിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂത്ത ശേഷം നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസ്, ഞാൻ ഹാപ്പിൻ്റെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ഒഴിച്ചത്. കെച്ചപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.